നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വെച്ച് പണമിടപാടുകൾ നടത്തുന്നവർ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് സൗദി ഇപ്പോൾ. പുതിയ ഭേദഗതി അനുസരിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊരു ബിസിനസ് ബന്ധം ആരംഭിക്കുന്നതിനും അക്കൗണ്ടുകൾ തുറക്കുന്നതിനു മുൻപ് ഉപഭോക്താവിന്റെ കൃത്യമായ വിവരങ്ങളും പണത്തിന്റെ ഉറവിടവും പരിശോധിച്ചിരിക്കണം. വിദേശ ബാങ്ക് ട്രാൻസ്ഫറുകൾ അയക്കുന്ന ആളുകളുടെയും സ്വീകരിക്കുന്ന ആളുകളുടെയും പേര്, അക്കൗണ്ട് നമ്പർ, പണത്തിന്റെ ലക്ഷ്യം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം. അടിസ്ഥാന വിവരങ്ങളില്ലാത്ത ട്രാൻസ്ഫറുകൾ ബാങ്കുകൾ റദ്ദാക്കും. സംശയാസ്പദമായ ഏതൊരു ഇടപാടും തുകയുടെ വലിപ്പം നോക്കാതെ ഉടൻ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡയറക്ടറിനെ അറിയിക്കണം. സംശയാസ്പദമായ അക്കൗണ്ടുകളും ആസ്തികളും 7 പ്രവൃത്തി ദിനങ്ങൾ വരെ മരവിപ്പിക്കാൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് കൂടുതൽ അധികാരമുണ്ട്. ഇനി സൗദിയിൽ നിന്ന് പണമിടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. UAE ഖോർഫക്കാനിലെ മാമ്പഴോത്സവം ഇന്ന് സമാപിക്കും. മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് ഈ വർഷം 40% വർധനയാണ് ജനപങ്കാളിത്തത്തിൽ രേഖപ്പെടുത്തിയത്. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ മാങ്ങ നമ്മുടെ ഫലം നമ്മുടെ സമ്പത്ത് എന്ന പ്രമേയത്തിലാണ് ഉത്സവം നടക്കുന്നത്. UAE-യിലുടനീളമുള്ള 55 കർഷകർ ഉത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ധമാമിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കണ്ണൂർ തലശ്ശേരി മണോലി വീട്ടിൽ സജീൻ, കണ്ണൂർ ചെറുകുന്ന് കണ്ടിവളപ്പിൽ ലക്ഷ്മണൻ കനകലത ദമ്പതികളുടെ മകൻ ശ്രീലേഷ് എന്നിവരാണ് ദാരുണമായ അപകടത്തിൽ മരിച്ചത്. ശനിയാഴ്ച രാത്രി 8ഓടെ ദെഹ്റാൻ ജുബൈൽ ഹൈവേയിൽ ഖത്വീഖ് സെൻട്രൽ ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം സംഭവിച്ചത്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകത അസീസ് ലാക്കൽ ചൂണ്ടിക്കാട്ടി. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും കൈകോർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. UM ഹുസൈൻ മലപ്പുറം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഡയസ്പോറ ഓഫ് മലപ്പുറം സംഘടിപ്പിക്കുന്ന 6 മാസം നീളുന്ന അമൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. യുവതലമുറയിൽ ലഹരി വിരുദ്ധ അവബോധം ശക്തിപ്പെടുത്തുകയും സമൂഹത്തിന്റെ വിവിധ മേഖലകളെ ഏകോപിപ്പിച്ച് ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EK അബ്ദുറഹ്മാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഡോം ഖത്തർ പ്രസിഡന്റ് ഉസ്മാൻ കല്ലൻ അധ്യക്ഷത വഹിച്ചു. ഖത്തർ വനിതാ ദേശീയ ക്രിക്കറ്റ് ടീം അംഗം മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ജസാ റഫീഖിനെ ആദരിച്ചു. പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.